ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നുണ്ടല്ലോ ഞങ്ങളെല്ലാവരും കൂടെ എമ്പുരാൻ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു എമ്പുരാൻ കാണണം 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 എന്ന് പറഞ്ഞ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഇപ്പം എമ്പുരാൻ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങോട്ട് പോവല്ലേ? അപ്പോൾ എമ്പുരാൻ കാണാനായിട്ട് ഷേണൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. MG റോഡിലുള്ള ഷേണൈസ് തിയേറ്ററിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ആചാരമാണല്ലോ ഇങ്ങനെ വല്ലതൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. വൈകുന്നേരമായിരുന്നു, 4 മണിക്കായിരുന്നു സിനിമ. അപ്പം ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് തിയേറ്ററിൽ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്ത് വേണം എന്നൊക്കെ നോക്കി. അപ്പം ചെറുതായിട്ട് ഞങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇവിടെ ചായ, കോഫി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സാൻഡ്വിച്ചസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പഴയ കാലത്തെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വാള് ഫുള്ളും അങ്ങനെയാട്ടോ. എടാ വിജയ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാന്? ദാസ, ഓരോത്തിനും അതിൻ്റെതായ സമയമുണ്ടടാ മോനെ. ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കുമല്ലേ? ഇവിടെ ഞാനും അച്ഛനും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും എൻ്റെ കോളേജിലെ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യവും എന്തൊക്കെയോ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമ തുടങ്ങാൻ ഇനിയും ടൈമുണ്ട്. അപ്പം ഫിലിം തുടങ്ങാനായിട്ട് ഇനിയും കുറച്ചും കൂടെ ടൈമുണ്ട്. അവർ ഇതുവരെ സ്ക്രീൻ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ നിറച്ചും ആൾക്കാരാണ്. മൊത്തം എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം സിനിമ ഇപ്പം തുടങ്ങാൻ പോവാട്ടോ. അങ്ങനെ എമ്പുരാൻ കണ്ടിറങ്ങി. അടിപൊളി പടം, അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മുടെ MG റോഡിലുള്ള മെക്ഡിയിൽ വന്നേക്കോട്ടോ, മെക്ഡൊണാൾഡ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഞങ്ങളൊരു മാക് സ്പൈസി പ്രീമിയം ചിക്കൻ ബർഗറും പിന്നെ മാക് ക്രിസ്പി ബർഗറും, ചിക്കൻ ബർഗറും, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാക് സ്പൈസി പ്രീമിയം ബർഗറിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിനകത്തൊരു ചീസ് സ്ലൈസ് ഉണ്ട്, പിന്നെ ഒരു എഗ്ഗ് ഉണ്ട് കേട്ടോ. എഗ്ഗും ഉണ്ട്, പിന്നെ നല്ല സ്പൈസി പാറ്റിയാണ് കേട്ടോ. ഇതാണ് മാക് സ്പൈസി പ്രീമിയം ബർഗർ. പിന്നെ മാക് ക്രിസ്പി ബർഗർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബണ്ണും പിന്നെ നല്ല വലിയ ചിക്കൻ ഫില്ലയാണ് കേട്ടോ. കുറച്ചും കൂടെ സൈസ് ഉണ്ട് ഫില്ലയ്ക്ക്. പിന്നെ നല്ല ഫ്രൈസും. മെക്ഡിയിലെ ഫ്രൈസ് എന്ന് പറയുന്ന അടിപൊളിയല്ലേ. എനിക്ക് ഇവിടുത്തെ ഫ്രൈസ് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് മെക്ഡിയിൽ വന്നാൽ എനിക്ക് ഇവിടുത്തെ ഫ്രൈസ് കഴിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത് ആക്ച്വലി. അപ്പോൾ ഇവിടുത്തെ ഫ്രൈസ് കഴിച്ചു. പിന്നെ ആ ബർഗറിൻ്റെ കാട്ടിലും വലുതാണ് ഇവിടുത്തെ ആ ഫില്ല എന്ന് പറയുന്നത്. സാധാരണ കിട്ടുന്നതിനെക്കാട്ടിലും വലിയ ഫില്ലയാണ് ഈ മാക് ക്രിസ്പി ചിക്കൻ ബർഗറിന്. നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ വാന്ന് ചെറുതായിട്ട് പൊള്ളി. നല്ല ജ്യൂസി ചിക്കനുമായിരുന്നു കേട്ടോ. അമ്മയുടെ മാക് സ്പൈസി പ്രീമിയം ബർഗർ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ സോസൊക്കെ ഒഴിച്ചു. എന്നിട്ട് അത് കഴിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല എരിവുള്ള ഇതായിരുന്നു, അതുപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. എരിവുള്ളതായതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ ആയിട്ടൊരു നമുക്ക് ഈ ഒരു കോംബോ ആയിട്ട് മാക് ഫ്ലറി കിട്ടിയിട്ടുണ്ട്. ഈ മാക് ഫ്ലറി എന്ന് പറയുന്നത് ഇത് മാംഗോ ഫ്ലേവറിലുള്ള മാക് ഫ്ലറിയാണ് കേട്ടോ. ഒരു മാംഗോ സോസും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓറിയോ ഉണ്ട്. പക്ഷെ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. മാക് ഫ്ലറി ആണ് ആക്ച്വലി നല്ലത്. ഓറിയോയുടെ ഉണ്ടല്ലോ ഒറിജിനൽ, അതാണ് ആക്ച്വലി നല്ലത്. എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അതാണ്. പിന്നെ അമ്മ ഒരു സോഫ്റ്റിയാണ് വെച്ചാൽ, അമ്മയ്ക്ക് ഈ ഓറിയോ ഇട്ടേക്കുന്നൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു സോഫ്റ്റിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇങ്ങനെ എമ്പുരാൻ കണ്ടു. എൻ്റെ പൊന്നെ അടിപൊളി സിനിമ. ഇത്രയും നെഗറ്റിവിറ്റി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നന്നായിട്ട് അതിന് മേക്കിങ് അടിപൊളിയാണ്. പൃഥ്വിരാജിന് ഒരു ഹാറ്റ്സ് ഓഫ്. ഇത് അത്രയും ഇതായിട്ട് അവർക്കത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ. എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്റർ വാച്ചാണിത്.
തിയേറ്ററിൽ കണ്ടാൽ ആ ഒരു എഫക്റ്റും ആ ഒരു 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 ഗുമ്മ് കിട്ടത്തുള്ളൂ. അപ്പം തിയേറ്ററിൽ കാണുക. അതുപോലെ നല്ല കഥ എല്ലാം കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല സ്ട്രോങ് ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ എടുത്തു പറയണം, പുള്ളിക്കാരിയുടെ ക്യാരക്ടറും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളി അതിനകത്ത്, എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഒന്ന് ഫാമിലി ടൈമൊക്കെ ആയി. അപ്പം കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഹലോ, അപ്പം ഞങ്ങളിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മുടെ സെംഫോർ കഴിഞ്ഞടാ. സെംഫോർ കഴിഞ്ഞു. എക്സാം എങ്ങനെയാണെന്നൊന്നും ചോദിക്കണ്ട, പാസ്സായ പാസ്. പ്രാക്ടിക്കലായിരുന്നു. പ്രാക്ടിക്കൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ വൈവ അറിയാമല്ലോ, നമുക്ക് പേടി വരുമല്ലോ, അത് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് സെംഫോറൊക്കെ കഴിഞ്ഞല്ലോ, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഇനി തേർഡ് ഇയറിലോട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ആഘോഷത്തിനായിട്ട് നമുക്ക് പോയാലോ? അപ്പം പിന്നെ എന്തുണ്ട്? എക്സാം കഴിഞ്ഞതിന്റെ ഹാപ്പിനെസ് നമ്മുടെ മുഖത്ത് കാണാനുണ്ട്. അയ്യോ, ഇവിടുത്തെ ആരും ഇല്ലാതിരുന്നല്ലേ നമ്മൾ കയറിയപ്പോ? അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. നമ്മൾ കയറിയപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു, പക്ഷെ കയറി കഴിഞ്ഞപ്പോ ഇപ്പൊ നിറച്ച ആൾക്കാരുണ്ട്. ഇനിയിപ്പോ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്ലോഫ് ആണ്, പനമ്പള്ളി നഗറിലെ ജസ്ലോഫ്. അവിടെയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാനൊക്കെ. എന്താ, ഇനി ഫുഡ് വരുമ്പോൾ നമുക്ക് കാണാം. ഫുഡ് വരുമ്പോൾ കാണാം. ഇത് ജസ്ലോഫിലെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു സംഭവമാണ്. മൈലോയുടെ 1 ലിറ്റർ ഡ്രിങ്ക് ആണ്. അപ്പം അത് ഞങ്ങൾ എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ചു. ചാലഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അത് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് കുടിക്കാൻ വലിയ ടാസ്ക്. ഇത്രയും പോലത്തൊക്കെ എങ്ങനെ കുടിക്കും? ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും കൂടെ എത്തി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, പക്ഷെ അത് ഡെസേർട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 1 ലിറ്റർ മൈലോ, പിന്നെ എന്താ പറയാ, ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ബർഗർ, പിന്നെ സദേൺ ചിക്കൻ സാൻഡോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഈ മൈലോ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ മൈലോ കുടിച്ചിട്ടില്ല. ഞാനും മൈലോ ഇതുവരെ കുടിച്ചിട്ടില്ല. ഈ ചൂടത്ത് പറ്റിയ ഒരു സമ്മർ ഡ്രിങ്ക് ആണ് ഇത്. സമ്മറിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക്. അപ്പം ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ആക്ച്വലി കൊള്ളാം. ഞാൻ ഇവളോട് പറഞ്ഞത് വാങ്ങിക്കണം, 1 ലിറ്റർ കുടിച്ച് തീർക്കുമോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കൊള്ളാം, സാധനം നല്ല അടിപൊളിയായിട്ട് റിഫ്രഷിങ് സാധനം. ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുടിക്കാൻ പറ്റിയതാണ്. ചൂടത്തും മാത്രമല്ല, എക്സാം കഴിഞ്ഞിട്ട് നല്ല ടെൻഷനൊക്കെ റിലീഫ് ചെയ്യാനൊക്കെ അടിപൊളി. ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. നമ്മൾ എല്ലാം ഹാഫാക്കി കേട്ടോ. അപ്പം നമ്മളിതും കൂടെ ഹാഫാക്കി. ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇതിൻ്റെ ബണ്ണൊക്കെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത്. ഓക്കെ, നമ്മളതിന് ഹാഫ് ചെയ്യും. ഭയങ്കര ഹെവി അല്ലേ ഇത്? നിങ്ങൾ ഇത്രയും ഹെവിയാണ്, എടുക്കാൻ പോലും പറ്റണം. കഷ്ടപ്പെട്ടു. ഇതും മിക്കവാറും ഹാഫ് ആക്കേണ്ടി വരും തോന്നുന്നല്ലോ. എങ്ങനെയുണ്ട്?
ഫുള്ള് നല്ല ജ്യൂസി, പിന്നെ അതേപോലെ തനിയൊക്കെ കിട്ടുന്നുണ്ട്. കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇത് സാൻഡ്വിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പലതും. ഇത് ഒരു ലൈക്ക് വെറൈറ്റി ആയിട്ടൊരു സാൻഡ്വിച്ച് ആയിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ബർഗർ. അപ്പോൾ ഇതാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നല്ല ഹെവി ആട്ടോ, നല്ല വലിപ്പമുണ്ട് ബർഗറിന്, പിടിക്കാൻ തന്നെ പാടാണ്. കൊള്ളാം. ക്രിസ്പി ഫ്രൈഡ് തന്നെ, ഭയങ്കര നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും. പിന്നെ അകത്താണെങ്കിലും ഹാലപ്പീനോസ് ഉണ്ട്, ലെറ്റസ് ഉണ്ട്, കുറേ മയോ ഉണ്ട്. കൊള്ളാം. ഇവിടെ തന്നെ ഇൻ ഹൗസ് മയോ ആണെന്ന് തോന്നുന്നു. ഇതും എന്തായാലും വന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ എരിവും ഒക്കെ ആയിട്ട് കൊള്ളാം. കഴിക്കാൻ ഇച്ചിരി പാടാന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സാധനം അടിപൊളിയാണ്. ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് മാംഗോ വെറൈറ്റീസ് കുറേ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പം അത് നമുക്കിപ്പോൾ കഴിച്ചു നോക്കാം അല്ലേ? ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? ട്രൈ ചെയ്യാൻ പറ്റണം, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? മാംഗോ സ്റ്റിക്കി റൈസ് നമുക്ക് അടിപൊളിയല്ലേ കാണാൻ പറ്റണം. അതിൻ്റെ റൈസും ആ മിൽക്കും ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മാംഗോസ് അതെ, നീ കഴിച്ചു നോക്കാം. കുറച്ച് റൈസ് മാംഗോ ഓൾറെഡി ക്രീം ഉണ്ട്. മാംഗോയും റൈസും കൂടി ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ. മാംഗോയും റൈസും കൂടി തിന്നാനുള്ള കോമ്പിനേഷൻ. വെരി നൈസ്, നല്ല ടേസ്റ്റ്. ഒരു ലൈക്ക് അധികം മധുരം ഇഷ്ടപ്പെടാത്തവർക്കും കൂടി കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട്. ഇപ്പം ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു പീസ് മാംഗോയും റൈസും എല്ലാം കൂടി ചേർത്ത് കഴിച്ചു നോക്കാം. അടിപൊളി. മാംഗോൻ്റെ ഒരു ചെറിയൊരു പുളിപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ മാംഗോയുടെ നല്ല ഫ്ലേവർ, ആ റൈസിനും നല്ലൊരു ഫ്ലേവർ, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ചുമ്മാ ആൾക്കാർ പറയുന്നത് നല്ലതാണ്. ഞാനും വിചാരിച്ചു മാംഗോയും റൈസും കൂടി ഇങ്ങനെ ഉണ്ടാവും, നല്ലതായിരിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാട്ടോ. സൂപ്പർ. നമ്മുടെ ഇതിൻ്റെ ഇടയിൽ പൾപ്പുണ്ട്, മാംഗോ കട്ട് പീസസ് ഉണ്ട്, റൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് പൾപ്പും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കും. നന്നായിട്ട് ആ മാംഗോ ഫ്ലേവർ നമുക്ക് കിട്ടും. മെൽറ്റഡായി പോകുന്നു. എന്നാലും ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും അവിടെ ആദ്യമായിട്ടാണ്. നീ ഇവിടെ ആദ്യമായിട്ടാണ്. പല സാധനങ്ങളും ഇവിടെ ആദ്യമായിട്ടാണ്. ശരിക്കും എപ്പോഴും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരെണ്ണമൊക്കെ പാളിപ്പോവാണ്. പക്ഷേ ഇപ്രാവശ്യം ഓർത്തത് മാംഗോ സ്റ്റിക്കി റൈസ് പാളിപ്പോകുന്നതാണ്. പക്ഷേ അതായത് നല്ല ഞാൻ മൈലോയും പേടിച്ചാണ് വാങ്ങിച്ചത്. 1 ലിറ്റർ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാ അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തുമില്ല. ഞാൻ അവളോട് ചോദിച്ചു 1 ലിറ്റർ വാങ്ങിക്കണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം പക്ഷെ അത് വേർത്തായിരുന്നു. ഭയങ്കര അടിപൊളിയാണ്. തിക്ക് ഷേപ്പ്, ഒരു തിക്ക് ഫീലിംഗ്, ഒരു ഹെവി ഫീലിംഗ് അത് കുടിക്കുമ്പോൾ. എല്ലാം ഹെവി ആയിരുന്നു, എല്ലാം നല്ല ഹെവി ആയിരുന്നു. അതായിരുന്നു ഒരു ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മീൻസ് ബർഗർ ആണെങ്കിലും ഇതാണെങ്കിലും മറ്റേ സാൻഡ്വിച്ച് ആണെങ്കിലും ഭയങ്കര ഹെവി ആയിരുന്നു. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര ലൈറ്റ് ആയിരുന്നു. മീൻസ് കഴിക്കുമ്പോൾ തന്നെ അങ്ങ് മെൽറ്റ് അങ്ങ് പോവായിരുന്നു. അടിപൊളിയായിരുന്നു. എൻ്റെ ആ പൾപ്പൊക്കെ കൂടി ചേർത്ത് കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു. വിചാരിച്ചില്ല ഇത്രയും സൂപ്പറായിരിക്കും. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഈ സെക്കൻഡ് ഇയർ തീർന്നു വിത്ത് നല്ലൊരു
സ്വീറ്റ് നോട്ട് ബ്രഞ്ചാണിത്. അത് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അത് മോർണിംഗ് നമ്മൾ കഴിച്ചില്ല, എക്സാമിന്റെ ടെൻഷൻ കാരണം ഒന്നും കഴിച്ചില്ല. അപ്പം ഉച്ചക്കത്തേക്കും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ഇപ്പൊ കഴിച്ചു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.